സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയേക്കും. സർക്കാർ പണം നൽകാത്തതിനാൽ സ്റ്റെന്റിന്റെ സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്ന് വിതരണക്കാർ. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നുമാണ് സ്റ്റോക്ക് തിരിച്ചെടുക്കാൻ പോകുന്നത്. സാനിയോ മനോമിയുണ്ട്. സാനിയോ മനോമി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങാൻ പോകുന്നു. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അടിയന്തരമായി സർക്കാരിന്റെ ഇടപെടൽ വേണം. എന്നു മുതലാണ് ഈ ശസ്ത്രക്രിയകൾക്ക് സ്തംഭനമുണ്ടാവുക? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് ഈവനിങ്. ഏതായാലും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെയാണ് സാധാരണക്കാരായ മനുഷ്യർ ഹൃദയ ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി കൂടുതലായി ആശ്രയിക്കുന്നത്. അതിന് സ്റ്റെന്റിന്റെയും മറ്റ് ഉപകരണങ്ങളുടെയും വിതരണമാണ് ഈ മാസം 21-ാം തീയതി മുതൽ വിതരണക്കാർ നിർത്തിവെക്കുക എന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് ഇപ്പോൾ ഈ സ്റ്റെന്റ് വിതരണത്തിലും അതുപോലെ മറ്റ് സാധനങ്ങളുടെ വിതരണത്തിലുമൊക്കെ വിതരണക്കാർക്ക് കൊടുത്തു തീർക്കാനുള്ളത്. കോടിക്കണക്കിന് രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതിനൊപ്പമാണ് തിരുവനന്തപുരം, അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്നുള്ള കടുത്ത തീരുമാനത്തിലേക്ക് വിതരണക്കാർ പോകുന്നത്. ഏപ്രിൽ മുതൽ വരെയെങ്കിലുമുള്ള പണം കൊടുത്താൽ മാത്രമേ ഈ സ്റ്റെന്റ് തിരിച്ചെടുക്കുക എന്നുള്ള കടുത്ത തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങൂ എന്നാണ് വിതരണക്കാർ ഇപ്പോൾ അറിയിക്കുന്നത്. സംസ്ഥാനത്തെ ഹൃദ്രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഏറ്റവും തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ സാനിയോ, വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഹൃദയസ്തംഭനത്തിന് ഇനി ശസ്ത്രക്രിയയ്ക്ക് പോകേണ്ട, ഹൃദയ ശസ്ത്രക്രിയ തന്നെ സ്തംഭനത്തിലേക്ക് പോവുകയാണ് എന്നാണ് സാനിയോ മനോമി റിപ്പോർട്ട് ചെയ്യുന്നത്.